നെല്ലിശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഷാലിമാർ ക്രഷർ യൂണിറ്റ് അടച്ചുപൂട്ടാൻ തീരുമാനിച്ച വിവരം മറച്ചുവെച്ചുകൊണ്ടാണ് ജനകീയ സമരസമിതി പ്രതിഷേധവുമായി മുന്നോട്ടു പോകുന്നതെന്നും നിക്ഷിപ്ത താൽപര്യമാണ് പ്രതിഷേധത്തിന് പിന്നിലുള്ളതെന്ന ആക്ഷേപവുമായി പ്രദേശവാസികളിൽ ഒരു വിഭാഗം രംഗത്തെത്തി. ഇത്രയും നിയമവിധേയമായാണ് പ്രവർത്തിച്ചു വരുന്നതെന്നും എന്നാൽ ജനസാന്ദ്രത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ക്രഷർ യൂണിറ്റിലേക്കുള്ള വാഹനങ്ങളുടെ ഗതാഗതം ഉയർത്തുന്ന ആശങ്ക പരിസരവാസികൾ കമ്പനി ഉടമകളെ അറിയിക്കുകയും തങ്ങളത് പരിശോധിക്കാമെന്ന് അവർക്ക് ഉറപ്പു നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 30/10/2026 ക്രഷറിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ഞങ്ങളൊരു ഡേറ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം, അതിൽ രണ്ട് കൂട്ടർ എത്തണം. അങ്ങനെ ഒരു ഡേറ്റ് 2025 ഡിസംബർ എന്ന് അവതരിപ്പിച്ചത് ഞങ്ങളാണ്. രണ്ട് കൂട്ടർക്കും 2 ദിവസത്തെ സമയം കൊടുത്തു. നിങ്ങൾ ആരോടൊക്കെ ആലോചിക്കുക, അവർക്ക് പാർട്ട്ണർമാരുണ്ടാവും, അവർക്ക് സമരസമിതിയിൽ അങ്ങനെ ഉണ്ടാവും, അവരോടൊക്കെ സംസാരിച്ച് 2025 ഡിസംബറിലേക്ക് എന്ന ഡേറ്റിലേക്ക് നിങ്ങൾ 2 കൂട്ടരും എത്തണമെന്ന് ഞങ്ങൾ ശക്തമായി 2 കൂട്ടരോടും പറഞ്ഞു. ആദ്യം നമുക്ക് സമരസമിതി ഉറപ്പ് തന്ന് 2025 വരെ ഞങ്ങൾ സമയം അനുവദിക്കാം. അപ്പോൾ ഏറെക്കുറെ ഇത് മുതൽ 1.5 വർഷമല്ലേ, 2025 ലാസ്റ്റോടുകൂടി കമ്പനി കൂട്ടാൻ ഞങ്ങൾക്ക് സമ്മതമാണ്. അവരൊരു നിബന്ധനയും വെച്ചു, ഇനി ഒരു ചർച്ചയ്ക്കും ഡേറ്റുമായിട്ടുള്ള ചർച്ചയ്ക്കും ഞങ്ങൾ വിളിക്കരുത്. ഇതിൻ്റെ ഒരു എസ്സോറിൻ്റെ ഉത്തരം മാത്രമേ ഞങ്ങളോട് പറയാവുള്ളൂ. വേറൊരു ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോവുള്ളൂ എന്നൊരു ലാസ്റ്റായിട്ട് പോലെ ഡേറ്റ് നമുക്ക് തന്ന ഒരു കാര്യം പറഞ്ഞത്. ഞങ്ങൾ നിയാസിനായിട്ട് നിരന്തരം സംസാരിച്ച് നിയാസ് ഒന്നുകൂടെ എടുക്കാൻ വേണ്ടി അതിൻ്റെ പ്രദേശത്തുള്ള ഒരു 5 ആളെ ഇരുത്തി ഞങ്ങൾ സിറ്റിംഗ് നടത്തി. എന്നാൽ പിന്നീട് പരിസരവാസികളായ ചില ആളുകളുടെ ആവശ്യം കൂടി അംഗീകരിച്ചുകൊണ്ട് ക്രഷറിലേക്ക് കല്ലുകൊണ്ടുവരുന്നത് 31/12/2025 അവസാനിപ്പിക്കുമെന്നും സ്റ്റോക്കായുള്ള കല്ലോ മറ്റെന്തെങ്കിലും നിർമ്മിതികളുണ്ടെങ്കിൽ അത് പൊളിച്ചു കിട്ടുന്ന കല്ലുകളും മറ്റും ഉപയോഗിച്ച് പ്രൊഡക്ഷൻ നടത്താൻ 31/1/2024 വരെ സമയം അനുവദിക്കുകയും ചെയ്തിരുന്നു. മാലിന്യ പ്രശ്നം ഉയർത്തുന്നു എന്ന ആരോപണമുള്ള ഹോളോ ബ്രിക്ക് യൂണിറ്റ് 31/5/2025 അവസാനിപ്പിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. പ്രത്യക്ഷവും പരോക്ഷവുമായി 125ഓളം കുടുംബങ്ങൾ ജോലി ചെയ്യുന്ന ഒരു സംരംഭമായതിനാൽ പരിസരവാസികൾ അത് അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ നിക്ഷിപ്ത താൽപ്പര്യക്കാരായ ചിലർ സമയബന്ധിതമായി മാറ്റിസ്ഥാപിക്കാമെന്ന് ഉറപ്പു നൽകിയ ക്രഷർ ഉടനെ അടച്ചുപൂട്ടണമെന്നും ഇത്രയും തൊഴിലാളികളെ വഴിയാധാരമാക്കണമെന്ന വാശിയിൽ സമരവുമായി മുന്നോട്ട് പോവുകയാണെന്നാണ് ഇവർ പറയുന്നത്. നമ്മുടെ ഈ വിഷയം അവിടുത്തെ ഏറ്റവും എല്ലാവരും അംഗീകരിക്കുന്ന കുണ്ടുമ്മൽ ബാപ്പു സാഹിബിൻ്റെ മകൻ ഷാജിയുടെയും ഇക്ബാലിൻ്റെയും വീട്ടിൽ വെച്ച് മധ്യസ്ഥ സംസാരിച്ച് തീർന്ന് അത് എല്ലാവരും ലൈക്കിട്ട് എല്ലാവരും ഓക്കെ ആണെന്ന് പറഞ്ഞ് സമരം അംഗീകരിച്ചു, സമരം വിജയിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുകയും എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് അവിടെ തീർത്തതിൻ്റെ ഒരു കോപ്പി ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതും കൂടി കൊടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ പിന്നിൽ വാഹനം തടയുകയും അതേപോലെ തന്നെ അവരെ തെറി പറയുന്നൊരവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു. ചെറിയ ഒരു വേറൊരു ടീം, ഈ ടീം എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ സമരസമിതിയിൽ ഉൾപ്പെട്ട അംഗങ്ങളാണ്. ഇപ്പോൾ തുടക്കം ഏറ്റവും അടുത്തുള്ള ആളാണ് നെല്ലിശ്ശേരി കുട്ടൻ, അവിടുത്തെ പൊതുപ്രവർത്തകരാണ്. ഏറ്റവും അടുത്തുള്ള ആളാണ് നമ്മുടെ പരവതാനി അലിക്ക, അതിൻ്റെ ഏറ്റവും അടുത്തുള്ള ആളാണ് എണ്ണായിൽ ബഷീർക്ക. അതുപോലെ തന്നെ മധ്യസ്ഥ വഹിച്ച ഒരാളാണ് കുണ്ടുമ്മൽ ബാപ്പു സാഹിബ് ഷാജി. ഞങ്ങളൊക്കെ അവിടുത്തെ ജനപ്രതിനിധികളും മെമ്പർമാരുമാണ്. ജനപ്രതിനിധികളൊക്കെ എല്ലാം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഏറ്റവും അടുത്ത അയൽവാസി നൽകാം. ഇത് അവിടുത്തെ മുൻ മഹല്ല് സെക്രട്ടറിയാണ്. അവിടുത്തെ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വലിയ മുന്നേറ്റത്തിൽ പ്രവർത്തിച്ച ആളുകളാണ്. അതിന് നിയറസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അടുത്തുള്ള ഒരാളാണ്. അവരൊക്കെ മക്കൾ, ഞങ്ങളൊക്കെ മക്കൾ ഇതിലുള്ള ആളുകളാണ്. അതുപോലെ തന്നെ അത് കമ്പനിയുടെ ഉടമ എന്ന നിലത്ത് ഞങ്ങൾ അവരെയും കൂടി ഇരുത്തി സംസാരിക്കണം. ഇത് ഇരിക്കാനുണ്ടായ കാരണം നമ്മൾ സഭയിലൊരു വാക്ക് പറഞ്ഞാൽ അതിനെ മാനിക്കുക എന്നുള്ളത് ആ നാടിൻ്റെ ഒരു കൾച്ചറാണ്. അതിനെ ഈ പറഞ്ഞ രക്ഷിതാക്കളും അവരുടെ കുട്ടികളൊക്കെ അംഗീകരിച്ച് പോവുകയും എന്നാൽ ഇതിലൊന്നും പെടാത്ത അതിൻ്റെ അപ്പുറത്ത് കുറേ അപ്പുറത്തുള്ള 1-2 ആളുകൾ മാത്രം വേറെ ദുഷ്ടലാക്കോടുകൂടി വന്ന് ഇതിനെ കുത്തിരിപ്പുണ്ടാക്കിയ നാട്ടിൽ ഐക്യം തകർക്കുന്ന ഒരവസ്ഥയിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു വാർത്താസമ്മേളനം വിളിക്കാനുണ്ടായ. കാരണം അവിടെ ഉണ്ടായ മധ്യസ്ഥയും അതുമായിട്ട് രേഖകളും കംപ്ലീറ്റ് ഒരിക്കലും തങ്ങൾ ക്രഷർ യൂണിറ്റ് നെല്ലിശ്ശേരിയിൽ പ്രവർത്തിക്കുന്നതിനെ അനുകൂലിക്കുന്നില്ലെന്നും 40 വർഷമായി നിലനിൽക്കുന്ന സ്ഥാപനം മാറ്റിസ്ഥാപിക്കാനുള്ള സാവകാശം ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളതാണെന്നും ഒരിക്കലും തങ്ങൾ ക്രഷർ യൂണിറ്റ് നെല്ലിശ്ശേരിയിൽ പ്രവർത്തിക്കുന്നതിനെ അനുകൂലിക്കുന്നില്ലെന്നും 40 വർഷമായി നിലനിൽക്കുന്ന സ്ഥാപനം മാറ്റിസ്ഥാപിക്കാനുള്ള സാവകാശം ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളതാണ്. ഒരിക്കലും തങ്ങൾ ക്രഷർ യൂണിറ്റ് നെല്ലിശ്ശേരിയിൽ പ്രവർത്തിക്കുന്നതിനെ അനുകൂലിക്കുന്നില്ലെന്നും 40 വർഷമായി നിലനിൽക്കുന്ന സ്ഥാപനം മാറ്റിസ്ഥാപിക്കാനുള്ള സാവകാശം ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളതാണെന്നും പ്രദേശവാസികളായവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴുങ്കിൽ മജീദ്, ഹസൈനാർ നെല്ലിശ്ശേരി, MK ഹൈദർ, ഷാജഹാൻ കുണ്ട്രുമാൽ, PV ഇബ്രാഹിം, ബഷീർ എണ്ണാഴിയിൽ, MK അലി, K കുട്ടൻ, ഷാലിമാർ ക്രഷർ യൂണിറ്റ് ഉടമ നിയാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. NCV ന്യൂസ് എടപ്പാൾ. 12 വർഷത്തെ എക്സ്പീരിയൻസ്, 800-ലധികം വിദ്യാർത്ഥികൾ, ഉയർന്ന നിലവാരമുള്ള പഠന രീതികൾ, എക്സ്പീരിയൻസ്ഡ് ആയ മാനേജ്മെന്റ്, കൂടാതെ 100% ജോലി സാധ്യതയും. സാലിയൻ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, എടപ്പാൾ, തിരൂർ.